ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KR സുനിൽ, തരുൺമൂർത്തി എന്നിവരുടെ തിരക്കഥയിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന എന്നിവർ ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിക്കുന്ന മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിൽ മണിയമ്പിള്ള രാജു, ഫർഹാൻ ഫാസിൽ, ബിനു പപ്പു, പ്രകാശ് വർമ്മ, ഇർഷാദ് അലി, ആർഷ ചാന്ദിനി ബൈജു എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. 2025 മോഹൻലാലിന് മലയാള സിനിമകളിൽ എമ്പുരാൻ എന്ന സിനിമയിലൂടെ നേടിയെടുത്ത ശക്തമായ തിരിച്ചുവരവ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള തുടർച്ചയാണ് ഈ തുടരും എന്ന സിനിമയിലൂടെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതോടെ ആദ്യ മണിക്കൂറുകൾ മാത്രമല്ല, ആദ്യ 24 മണിക്കൂറുകളിൽ തന്നെ ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടത്തിയിരുന്ന എമ്പുരാൻ നേടിയെടുത്തിരുന്ന 381K എന്ന ടിക്കറ്റ് വിൽപ്പന മറികടന്ന് ആദ്യ 24 മണിക്കൂറുകളിൽ 430K ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ബോളിവുഡിൽ നിന്ന് ചാവ നേടിയെടുത്തിരുന്ന 668K ടിക്കറ്റ് വിൽപ്പനയുടെ തൊട്ട് താഴെ 430K ടിക്കറ്റ് വിൽപ്പനയുമായി തുടരും എന്ന മലയാള സിനിമ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 5,10,00,000 രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൊത്തം 90 ലക്ഷം രൂപ കളക്ട് ചെയ്ത് ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 6 കോടി രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ 90 ലക്ഷം കളക്ഷനിൽ 45 ലക്ഷം രൂപയും കർണാടകയിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും 25 ലക്ഷം രൂപ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ECC ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത് 10,65,00,000 രൂപയാണ്. ടോട്ടൽ 16,65,00,000 രൂപയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ തുടരും എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് തുടരും എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തത് എമ്പുരാനാണ്, 67 കോടി രൂപ. മരയ്ക്കാർ 20,30,00,000 രൂപയും കുറുപ്പ് 19 കോടി രൂപയുമാണ്. ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രം കളക്ട് ചെയ്തത് 18,12,00,000 രൂപയാണ്. ആദ്യ പട്ടികയിലുള്ള 5 മലയാള സിനിമകളിൽ 4 സിനിമകളും മോഹൻലാലിൻ്റെതാണ്. അതേസമയം 6ാം സ്ഥാനത്തുള്ളത് ടർബോ എന്ന മമ്മൂട്ടി ചിത്രമാണ്, 16,25,00,000 രൂപ. അതേസമയം 2ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ തന്നെ 3,77,00,000 രൂപയാണ്. 2ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 7-7.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 12.5-13 കോടി റേഞ്ചിൽ തുടരും എന്ന സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ്. 2ാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 23 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 38-40 കോടി റേഞ്ചിലാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. 3ാം ദിവസമായ നാളെ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ 4.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 10 കോടിയോളം രൂപ കളക്ട് ചെയ്താലും അത്ഭുതമില്ല. അതേസമയം തിങ്കളാഴ്ചയുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് തന്നെ ഈ സിനിമ 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ തിങ്കളാഴ്ചയിലെ ബുക്കിംഗ് നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ ഞായറാഴ്ച കൂടിയായ നാളെ 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആസിഫ് അലി നായകനായി തമർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജിത് വിനായകൻ നിർമ്മിക്കുന്ന ഈ സിനിമ മെയ് 8-നാണ് തിയേറ്ററിലെത്തുന്നത്. ചിത്രത്തിൽ ദിവ്യപ്രഭ, രമ്യ സുരേഷ്, ഓർഹാൻ, പ്രശാന്ത് അലക്സാണ്ടർ, സാദിദാസ് പ്രഭു എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. യൂട്യൂബിൽ മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ 1 മില്യൺ വ്യൂസ് നേടിയെടുത്തിരിക്കുകയാണ്. ടോവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ നരിവേട്ട മെയ് 16-നാണ് തിയേറ്ററിലെത്തുന്നത്. അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അബിൻ ജോസഫാണ്. ജെക്സ് ബിജോയ് സംഗീതം നിർവഹിക്കുന്ന ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ ട്രെയിലറും യൂട്യൂബിൽ മികച്ച ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിട്ടുള്ളത്. 2 മില്യൺ വ്യൂസാണ് ഈ സിനിമയുടെ ട്രെയിലർ നേടിയെടുത്തിരിക്കുന്നത്. കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ചിത്രം എന്ന പ്രത്യേകതയുമായി വരുന്ന ലവ്ലി എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മാത്യു തോമസ് ആണ് നായകനായി അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസിംഗ് മെയ് 2-നാണ്. തുടരും എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.